മോനുണ്ടായതിൽ പിന്നെ എനിക്ക് ഏറ്റവും എളുപ്പമായുള്ളൊരു കാര്യം പുതിയൊരു ന്യൂ ബോൺ ബേബിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി എന്നുള്ളതാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ നിന്നും ഷോപ്പിൽ നിന്നും ഒക്കെ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം കാണിച്ചതൊരു സ്ലീപ്പിംഗ് കുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു ബേബി പില്ലോ എന്നൊക്കെ പറയാം കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് അത് വരുന്നത്. പിന്നെ ഈ ഓപ്പൺ ചെയ്യുന്നത് കളിപ്പാട്ടങ്ങളാണ്, അതായത് ചെറിയ ചെറിയ ടോയ്സ് ആണ്. ഇത് അങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്ന ആ രീതിയിലുള്ളതല്ല, വളരെ മൈൽഡായിട്ടുള്ള ലോ സൗണ്ടാണ്. പിന്നെ അത് മാത്രമല്ല മൾട്ടി കളേഴ്സ് ഇതിലുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്. ഏകദേശം 8 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ വരുന്നത്, ഡിഫറെൻറ്റ് ഷേപ്പിലും ഒക്കെ ഉള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂ ബോൺ ബേബീസിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള, അവർ ഇതിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്ന സമയത്ത് സ്ഥലത്തേക്ക് നോക്കുന്നതും ഒക്കെ എൻ്റെ മോന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും വേണ്ടിയുള്ള ഒരു സാധനമാണ് പാമ്പേഴ്സ്. പക്ഷെ ഞാനത് ഇപ്പോൾ കുറച്ചുള്ള, അതായത് ഒരു ചെറിയ കിറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ഇത് ബേബിക്ക് അത് കറക്റ്റ് ആവുമോ അല്ലെങ്കിൽ വേറെ ഇറിറ്റേഷനൊന്നും ഇല്ല എന്നറിഞ്ഞിട്ട് കൂടുതൽ വാങ്ങാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ വാങ്ങിച്ചത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്, അതാണ് ഫീഡിങ് പില്ലോ. ഞാൻ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് വാവയുണ്ടാവുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട്, അതായത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് നല്ലതാണെന്ന്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മാറ്റിത് 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ പൊക്കത്തിങ്ങനെ വിരിച്ചിടുന്ന അത്തരത്തിലുള്ള മാറ്റാണ്. വെള്ളം വീണാലോ കുട്ടികൾ മൂത്രമൊഴിച്ചാലോ ഒന്നും നമ്മുടെ ബെഡ്ഷീറ്റിലാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് മോനുണ്ടായതിന് ശേഷമാണ് ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ യൂസ്ഫുള്ളാണെന്ന് മനസ്സിലായത്. പക്ഷേ എൻ്റെ 2 ക്ലോസ് ഫ്രണ്ട്സ്, എനിക്ക് മോനുണ്ടായി കിടക്കുന്ന സമയത്ത് അവർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ എന്നിട്ട് പോലും അവർ എനിക്ക് വേണ്ടി റിസർച്ച് ചെയ്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണിച്ചിട്ടുള്ള കാലിലിടുന്ന സോക്സും ഈ ഒരു ടർക്കിയും അതേപോലെ ഒരു ഉടുപ്പും ഒക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ലാസ്റ്റ് കാണിച്ച ആ ഒരു 3 ഐറ്റംസ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, ബാക്കിയെല്ലാം ഓൺലൈനാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു ഉടുപ്പില്ലാതെ. പിന്നെ അതേപോലെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഫീഡിങ് കുർത്തീസ്, അതായത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്, മദറിന് വേണ്ടിയിട്ട് ഫീഡിങ് കുർത്തീസും വാങ്ങുന്നത് നല്ലതാണ്. എനിക്ക് വേണ്ടിയിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്ന എൻ്റെ അമ്മായി ആയിരുന്നു കേട്ടോ, അതായത് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ വൈഫായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് നിങ്ങൾ ഓർത്തേക്കുക. നിങ്ങൾ എപ്പോഴും ഉടുപ്പ് എന്നുള്ളതൊന്ന് മാറ്റിയിട്ട് ഈ സാധനങ്ങൾക്ക്. പിന്നെ ഫീഡിങ് കുർത്തീസ് ഒരു 4-5 എണ്ണത്തിൻ്റെ സെറ്റ് എൻ്റെ വേറൊരു ഫ്രണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് ഈ ബേബി ടവൽസ് ആണ്. ഇതും നല്ലതാണ്, നമ്മൾ വാവേനയായിട്ട് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും വളരെ യൂസ്ഫുള്ളാണ്. സോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാത്തിൻ്റെ ലിങ്ക് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടേ.